മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആളുകളുടെ മനസ്സിലേക്ക് ഓടിയെത്തുകയും വല്ലാതെ ആധി പിടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ കാലവർഷമൊക്കെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറയാൻ പോകുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പലതരത്തിലുള്ള പ്രവചനങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ ഈ മാസം എന്തായാലും പൊട്ടും എന്നുള്ള തരത്തിലുള്ള പ്രവചനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. തസ്മൈ ഗുരുജിയുടെ പ്രവചനം പല ചാനലുകളിലും വന്നിട്ടുണ്ട്, പല ആളുകളുടെയും പ്രവചനം വന്നിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഒരു ഡാമിൻ്റെ കാലാവധി 50 വർഷമാണ് എന്ന് നമുക്കറിയാം. 50 വർഷം മാത്രമാണ് ഒരു ഡാമിൻ്റെ കാലാവധി. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് എത്രയോ കാലം പിന്നിട്ടിട്ട് പോലും ഈ ഡാമിൻ്റെ ഒരു സുരക്ഷയെ പറ്റിയോ മറ്റു കാര്യങ്ങളെ പറ്റിയോ നമ്മൾ കൃത്യമായി ആലോചിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. കാര്യം മറ്റൊരു സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ പുറത്ത് പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇപ്പോഴും ആ ഡാമിൻ്റെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉൾപ്പെടെയുള്ള പല ജില്ലക്കാരും ഒലിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക്, വലിയ നാശനഷ്ടം വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തുന്നത് സത്യമാണ്. എന്തായിരിക്കും മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് ഇനി വരാൻ പോകുന്നത്? സത്യത്തിൽ പാർത്ഥ, മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ ഉറക്കം കിടക്കുന്ന ഒരു ഡാമായി മുല്ലപ്പെരിയാർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ദുരന്തത്തിന് വേണ്ടി നമ്മളൊക്കെ കാത്തിരിക്കുന്നു. ആ ഡാം എപ്പോൾ പൊട്ടി നമ്മളെയൊക്കെ ഒഴുക്കിക്കൊണ്ട് പോകും എന്നുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ ഓരോ ദിവസവും. ഒരു വലിയ മഴയൊക്കെ വരുമ്പോൾ നമുക്കൊക്കെ ശക്തമായ കാറ്റും മഴയും വരുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് മുല്ലപ്പെരിയാർ പൊട്ടുമോ എന്നുള്ളതാണ്. ഞാനൊക്കെ ചിന്തിക്കും, ഭവാനെ കൊച്ചിയിലാണ് നിൽക്കുന്നത്, ഓടി തിരുവനന്തപുരത്തേക്ക് രക്ഷപ്പെട്ടാലോ എന്നൊക്കെ ചിലപ്പോൾ കോഴിക്കോടേക്ക് പോയാലോ നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് ഈ കോഴിക്കോടിനും അല്ലെങ്കിൽ തിരുവനന്തപുരത്തിനും ഇടയ്ക്കൊക്കെ കുറേ ജില്ലക്കാരുണ്ട്. 35 ലക്ഷത്തോളം ജനങ്ങളുടെ ജീവൻ ആപത്തെന്ന് നേരത്തെ പറഞ്ഞു. ഇപ്പോൾ 1 കോടി ജനങ്ങളുടെ ജീവൻ ആപത്താണെന്നാണ് പറയുന്നത് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ. ഈ നേരത്തെയൊക്കെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഒരു മഴ വരാൻ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് മുല്ലപ്പെരിയാറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ, പ്രവചനങ്ങൾ നടത്താൻ, പിന്നെ ഈ സർക്കാർ റിപ്പോർട്ട് സമർപ്പിക്കാൻ, കോടതിയെ സമീപിക്കാൻ ഒക്കെ നമ്മൾ കാത്തിരിക്കുന്നത് ഈ മഴ വരുമ്പോഴാണ്. നമ്മൾ ഈ മണ്ണിടിച്ചിൽ, ഈ പ്രകൃതി ദുരന്തങ്ങൾ, ഇതൊക്കെ നമ്മൾ വയനാട്ടിലെ ദുരന്തമൊക്കെ കണ്ട് പകച്ചു നിൽക്കുകയാണ് മലയാളി ഇപ്പോഴും. ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നില്ല ഈ ഡാം ഒന്ന് പൊട്ടിപ്പോയാൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ പ്രദേശവാസികളുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അതിശക്തമായ മഴയും കാറ്റും ഒക്കെ വരുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട്. നമ്മളൊക്കെ ഇതിൻ്റെ വിസ്തൃതിയെക്കുറിച്ച്, ഇതിൻ്റെ അടിയെക്കുറിച്ച്, ഇതിൻ്റെ വളവിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഇത് കെട്ടിയിരിക്കുന്ന കല്ലിനെ കുറിച്ച് ഒക്കെ നമ്മൾ വാചാലരായി സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ഒന്നും ചിന്തയില്ലാതെ ഈ ഡാം എപ്പോൾ പൊട്ടി ഞങ്ങളുടെ ജീവൻ ഇല്ലാതാകുമെന്ന് ചിന്തിക്കുന്ന കുറേ പ്രദേശവാസികളുണ്ട്. തീർച്ചയായിട്ടും. അതായത് ഇടുക്കിയിൽ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇടുക്കിയുടെ എന്താണ് ഹൈ റേഞ്ച് മേഖലയല്ല ഞാൻ പറയുന്നത്, ഹൈ റേഞ്ച് മേഖലകളല്ല ഞാൻ പറയുന്നത്. എന്താണ് ഈ ഡാമിന്, അതായത് മുല്ലപ്പെരിയാറിൽ നിന്ന് തൊട്ട് ഇങ്ങോട്ടുള്ള ആളുകളുടെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ആ ഒരു അവസ്ഥ വളരെ ഭീകരമാണ്. കാര്യം ഈ ഒരു ഡാമുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് പറയുന്നുണ്ട്. അതിൻ്റെ അടിയിൽ ഈ മരങ്ങൾ വന്ന് കിടക്കുന്നുണ്ടെന്നും അത് വളരെ വലിയ ബുദ്ധിമുട്ടാകുമെന്നും, ഒരു തരത്തിലുള്ള വലിയ ഒരു ഭൂമി കുലുക്കം, എന്തായാലും ഈ ഭൂമി കുലുക്കത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവൊന്നും നമുക്കില്ലല്ലോ, ഇല്ല, ആർക്കും ഇല്ല. അതൊരു പ്രകൃതിയുടെ പ്രതിഭാസമാണ്. ഈ ഒരു കനത്ത ഒരു ഭൂമി കുലുക്കം വന്നു കഴിഞ്ഞാൽ അതിനെ താങ്ങാനോ അല്ലെങ്കിൽ അതിനെ പിടിച്ചു നിർത്താനുള്ള ശേഷി മുല്ലപ്പെരിയാറിന് ഇല്ല എന്നുള്ളത് സത്യമാണ്. അത് ഒരു ഡാമിന്റെ കാലാവധി 50 വർഷമായി നിശ്ചയിച്ചിരിക്കുന്നത് വെറുതെ എന്നാ പിന്നെ ഒരു ഡാമാണ്, അത് 50 വർഷം ആയിക്കോട്ടെ എന്ന് കൊടുത്തു തരുന്നല്ലോ. ഇതിന് കൃത്യമായി പഠനങ്ങൾ നടത്തി ഏത് രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയ ആളുകൾ തന്നെയാണ് ഒരു ഡാമിന്റെ ഒരു കാലാവധി 50 വർഷമായി നിശ്ചയപ്പെടുത്തിയിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന സമയത്താണ് ഇടുക്കിയിലുള്ള ആളുകളുടെ ഒരു മാനസികാവസ്ഥ ഏറ്റവും ഭയാനകമായി മാറുന്നത്. ഇപ്പൊ ഇടുക്കി എന്ന് പറയുമ്പോൾ ഇടുക്കി മാത്രമല്ല, ഇപ്പോൾ കൊച്ചി, ആലപ്പുഴ, അതുപോലെ തന്നെ കോട്ടയം, തൃശ്ശൂരിൻ്റെ അടക്കമുള്ള പല ഭാഗങ്ങൾ, പത്തനംതിട്ടയുടെ അടക്കമുള്ള പല ഭാഗങ്ങൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എറണാകുളം ജില്ലയായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും ഇത് വളരെ സീരിയസ് ആയിട്ട് ജനങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അമ്മയിലെ കമ്പിക്കഥകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന, മലയാള സിനിമയിലെ കമ്പിക്കഥകൾ പറഞ്ഞ് ഒരു നടിയെ തോണ്ടി പിച്ചി മാന്തി, ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം, ലാലേട്ടാ ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചില്ല. മോഹൻലാൽ എന്ത് പറയാനാണ്? മോഹൻലാൽ ഒരു ആരോപണം പോലും ഓടുന്നിട്ടില്ല, ഉത്തരം പറഞ്ഞില്ല. 1.5 കോടി ജനങ്ങളുടെ ജീവൻ ഒരു ഡാമിന്റെ മുകളിൽ ഇങ്ങനെ എപ്പോ പൊട്ടി അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ ലാലേട്ടൻ മിണ്ടിയില്ല, മോഹൻലാൽ മമ്മൂട്ടി പ്രതികരിച്ചില്ല, ജയസൂര്യ തോണ്ടി, ഇനി ആരൊക്കെയാണ്? പൃഥ്വിരാജ്
നമ്മൾ വിചാരിച്ച ആളല്ല രായപ്പൻ. ഇതൊക്കെയാണ് എനിക്ക് തന്നെ അറിയില്ല എന്തൊക്കെ കമ്പിക്കഥകൾ. അത് ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ സത്യത്തിൽ നമുക്കൊരു നാണക്കേട് തോന്നുന്നെങ്കിൽ ഇപ്പൊ ചാനലുകളൊക്കെ റേറ്റിംഗ് ഉയർത്തുന്നത് കമ്പിക്കഥകൾ വെച്ചിട്ട്. ഇവർക്ക് ഒരു കാര്യം ഇവർ തിരിച്ചറിഞ്ഞ കാര്യം എന്ന് പറയുന്നത് മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാമെന്നുള്ളതാണ്. അപ്പൊ അത് പറഞ്ഞു വരുന്ന സമയത്തും ഈ എന്താണ് ഈ റസൽ ജോയി അടക്കമുള്ള ആളുകൾ ഈ എന്താണ് ഈ ഒരു ഡാമിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിരന്തരം പടപൊരുത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അവരെയൊക്കെ ആക്ഷേപിക്കാനും അവരൊക്കെ പറയുന്നത് ഭീതിപ്പെടുത്തുകയാണ്, മനുഷ്യരെ ഭയപ്പെടുത്തുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സർക്കാരുകളും വിവിധ സംഘടനകളും ഏത് സർക്കാർ ഭരിച്ചാലും അവരുടെയൊക്കെ എന്താണ് അണികൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരും. ഇപ്പം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെയുള്ള ഡിവൈഎഫ്ഐയുടെ ഒക്കെ അവസ്ഥ മുല്ലപ്പെരിയാർ തമ്മിൽ നിരാഹാരമായിരിക്കും മിക്കപ്പോഴും ഉണ്ടാവുക. പക്ഷെ അത്രയൊന്നും സ്ട്രോങ് ഈ പ്രതിപക്ഷം ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നില്ല. പിന്നെ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടയ്ക്ക് നിരാഹാരമൊക്കെ കടന്നിട്ടുണ്ട് മുല്ലപ്പെരിയാർ ഡാമിന്റെ മുന്നിൽ, ഡാം പുനർനിർമ്മിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതിപ്പോ ഈ ഡാമുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഭൂഗർഭ അണക്കെട്ടുകളിൽ ഒന്നാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം. സുർക്കി മിശ്രിതവും ചുണ്ണാമ്പും കരിങ്കല്ലും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചതാണെങ്കിൽ പോലും ഏറ്റവും പഴക്കമുള്ളത് എന്ന് പറയുമ്പോൾ ഈ നേരത്തെ പറയുന്നത് പോലെ പിന്നെ ഭൂമി കുലുക്കവും ഉരുൾപൊട്ടലും ഒന്നും മനുഷ്യന് നിർണ്ണയിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നു, ഈ സമയത്ത് വേണമെങ്കിലും ഒരു ഭൂമി കുലുക്കം ഉണ്ടായാൽ സംഭവിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മളൊക്കെ ഇപ്പൊ തന്നെ നമ്മളെ എപ്പൊ നമ്മൾ ജനിക്കുന്ന ഒരു സമയം മരിക്കുന്ന ഇതൊന്നും മനുഷ്യന് പ്രവചിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എങ്കിൽ പോലും ഈ നേരത്തെ പറഞ്ഞതുപോലെ 50 വർഷത്തെ പഴക്കമേ ഒരു ഡാമിനുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ ആ ഡാം ഇരിക്കുന്ന സ്ഥലത്തെ ജനങ്ങളുടെ മാനസികാവസ്ഥ, അല്ലെങ്കിൽ കേരളത്തിൽ എത്ര ജില്ലകളിൽ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക, എത്ര ജില്ലകളിലെ ജനങ്ങൾക്കാണ് ഇത് ദോഷം ഉണ്ടാക്കുന്നത്, ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരുകൾ, പ്രത്യേകിച്ച് ഈ തമിഴ്നാട്ടിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കേരളത്തിലെ സർക്കാരുകൾ ഇപ്പോൾ സ്റ്റാലിനും പിണറായിയും തമ്മിൽ നല്ല അടുത്ത ബന്ധവും അടുത്ത സൗഹൃദവുമാണ്, മച്ചാമച്ചാമാരാണ് രണ്ടുപേരും. അപ്പോൾ ഈ തമിഴ്നാട്ടിൽ കൊടും വളർച്ചയും കൃഷിക്ക് ആവശ്യമായ വെള്ളമൊക്കെ വേണം. അതിനുവേണ്ടി മുല്ലപ്പെരിയാർ ഡാമിനെ ഇങ്ങനെ പുനർനിർമ്മിക്കാതെയും അല്ലെങ്കിൽ പുതിയ ഡാം നിർമ്മിക്കാതെയും ഒക്കെ അവർക്ക് വേണ്ടി ഇങ്ങനെ ഇട്ടുകൊടുക്കണേ. ഇപ്പം ഇത് പൊട്ടിയാൽ തമിഴ്നാടിൻ്റെ 5 ജില്ലകളും കൊടും വരൾച്ചയിലേക്ക് പോകും. അവിടുത്തെ ജനങ്ങളുടെ ജീവിതവും വളരെ ബുദ്ധിമുട്ടിലേക്ക് അത് ഇവർ ആലോചിക്കുന്നില്ല. മാത്രമല്ല ഈ വയനാട് ദുരന്തം വന്ന സമയത്ത് സ്റ്റാലിൻ 5 കോടി കൊടുത്തു എന്ന് പറഞ്ഞ് വലിയ വാർത്ത ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു മുല്ലപ്പെരിയാറിൽ ഒരു അപകടം നടന്നാൽ, ഒരിക്കലും നടക്കാതിരിക്കട്ടെ, അങ്ങനെ ഒരു കാര്യം നടന്നാൽ എത്ര കോടി കൊടുത്താലും ഇതിന് പരിഹാരമാകുമോ? ഒരിക്കലും പരിഹാരമാവില്ല. അപ്പൊ അതവർ ചിന്തിക്കുന്നില്ല. മാത്രമല്ല തമിഴ്നാട് കൃത്യമായി ശാസ്ത്രീയമായ ഒരു പഠനം നടത്തി ഇതിലെന്ത് മാർഗമുണ്ട് എന്ന് ചിന്തിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നം മാത്രമാണ് ഇവിടെ ഉള്ളത്. പലതരത്തിലുള്ള ഈഗോ കളികളൊക്കെ ഇതിനുള്ളിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല മെട്രോമാൻ ഇ ശ്രീധരൻ ഈ അടുത്ത് പറഞ്ഞ ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഡാം മാറ്റിപ്പണിയേണ്ടതില്ല, പകരം എന്താണ് അവിടെ ഈ വലിയ രീതിയിലുള്ള ടണലുകൾ നിർമ്മിക്കുക, ഈ തമിഴ്നാട്ടിലേക്ക് ടണൽ നിർമ്മിക്കുക, അവിടെ ചെറു ഡാമുകൾ എന്താണ് തമിഴ്നാട്ടിൽ ചെറു ഡാമുകൾ നിർമ്മിക്കുക, എന്നിട്ട് ഈ മുല്ലപ്പെരിയാറിലുള്ള ജലനിരപ്പ് ക്രമാതീതമായി താഴ്ത്തുക, കുറച്ചു കൊണ്ടുവരിക. അതിനനുസരിച്ചുള്ള ഈ എത്ര വലിയ മഴ വെള്ളം വന്നു കഴിഞ്ഞാലും കാലവർഷം വന്നു കഴിഞ്ഞാലും ആ കാലവർഷത്തിനോടനുബന്ധിച്ച് വരുന്ന വെള്ളത്തെയൊക്കെ തന്നെ ഇപ്പം ഡാമിൻ്റെ ജലശേഷിക്ക് എത്രയാണോ ഇപ്പോൾ ഉള്ളത് അതിൻ്റെ നേർപകുതിയായി കനത്ത മഴ പെയ്യുന്ന സമയത്തും നിലനിർത്തുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നൊരു നിർദ്ദേശം ഈ ശ്രീധരൻ വെച്ചിട്ടുണ്ട്. ചെവി പോലും കൊണ്ടിട്ടില്ല. അവിടെയാണ് എന്ത് പറയുന്നത് ഈ ഇരട്ടത്താപ്പ്. വോട്ട് ബാങ്ക് അല്ലേ പാർത്ഥൻ? നമുക്ക് ഇതൊക്കെ ഒരു വോട്ട് ബാങ്കാണ്. ജനങ്ങളുടെ ദാരിദ്ര്യത്തെയും അവരുടെ ജീവനെയും ഒക്കെ വില പേശിക്കൊണ്ടുള്ള ഒരു വോട്ട് ബാങ്കാണ് നമ്മുടെ സർക്കാരുകൾ എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നു 50 വർഷമുണ്ട് ഡാമിൻ്റെ പഴക്കമെന്ന് പാർത്ഥൻ തന്നെ പറഞ്ഞു. ഇതിപ്പോൾ 77 വർഷം കൊണ്ട് ഈ ഡാം നിലനിൽക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? ബ്രിട്ടീഷുകാർ നിർമ്മിച്ചത് കൊണ്ടാണ്. നമ്മൾ ആരെങ്കിലുമാണ് ഇത് നമ്മുടെ കേരളത്തിൽ ആരെങ്കിലുമാണ് ഇത് നിർമ്മിച്ചതെങ്കിൽ ഇതിനിടയ്ക്ക് ഇത് പൊട്ടി ഒരിച്ച് പോകേണ്ട ജില്ലകളൊക്കെ നശിച്ചു. എന്തായാലും ബ്രിട്ടീഷുകാർ അത്രയും അഴിമതി കൊള്ള, കാരണം പാലാരിവട്ട പാലത്തിന്റെ അവസ്ഥ നമുക്കറിയാം. ഒരു പാലം നിർമ്മിച്ചത് തന്നെ പൊട്ടിപ്പൊളിഞ്ഞു പോയതിന്റെ അപൂർവമായ ലക്ഷ്യങ്ങളോട് കൂടി അതൊക്കെ പഠന വിധേയമാക്കണം. കമ്പി സിമെന്റും ഇല്ലാതെ എങ്ങനെ ഒരു പാലം നിർമ്മിക്കുന്നു എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു വിയോജിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും പുതിയ ഈ കമ്പിയും സിമെന്റും ഇല്ലാതെ ഏറ്റവും പുതിയ ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു സിസ്റ്റം കണ്ടെത്തിയതിനെ നമ്മൾ അഭിനന്ദിക്കണം. തീർച്ചയായിട്ടും അത് അഭിനന്ദിച്ചേ പറ്റും. കാരണം ജനങ്ങളുടെ കോടിക്കണക്കിന് നികുതി പണം അഴിമതിയിലൂടെ നേടിയെടുത്തുകൊണ്ട് ഇത്തരം ജനങ്ങളെ തന്നെ പറ്റിക്കാൻ അവരുപയോഗിച്ച ആ ഒരു രീതിയെ, ആ പഠന രീതിയെ വരും സർക്കാരുകൾ അതിങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കണം. ആ രീതി തന്നെയാണ് അവരും ഇങ്ങനെ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും
മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിൻ്റെ ഒരു വലിയ ശാസ്ത്രീയമായ രീതി, ഇപ്പോൾ പരിസ്ഥിതി ലോല പ്രദേശമാണെന്നൊക്കെ പറയുന്നുണ്ട്, നമ്മളിതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളിലൊക്കെ പോകുന്നതിന് വേണ്ടി ഇതിനൊരു മാനുഷികതയുണ്ട്, ഒരു മനുഷ്യത്വമുണ്ട്. ഇപ്പോൾ പിന്നെ വയനാട് എനിക്ക് തോന്നുന്നു ഏകദേശം 400-ൽ പരം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥ മരണസംഖ്യ അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും 150 എത്രയോ 50-ലധികം പേരുടെ ശരീരഭാഗങ്ങൾ ഇനിയും കിട്ടാനുണ്ട്. 10 ദിവസം കഴിഞ്ഞപ്പോൾ അതൊക്കെ മറന്നു. ദുരന്തത്തിന്റെ 10-ാം നാൾ, ദുരന്തത്തിന്റെ 5-ാം നാൾ, ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ആ ദുരന്തം മറന്നു. നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചൊന്നും കിട്ടാനില്ല. അവരുടെ കുടുംബാംഗങ്ങൾ, അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ പ്രണയിനികൾ, അവരുടെ മക്കൾ, അച്ഛനമ്മമാർ, ഇവരൊക്കെ നഷ്ടപ്പെട്ടു. വർഷങ്ങളോളം പ്രവാസികളായി ഗൾഫിൽ കിടന്ന് അധ്വാനിച്ചുണ്ടാക്കി, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ കിടന്ന് അധ്വാനിച്ചുണ്ടാക്കിയ മണ്ണും വീടും ഒക്കെ നാശത്തിലേക്കോ നശിച്ചു നാമാവശേഷമായി മണ്ണിനടിയിലേക്ക് പോയി. ഇവർക്കൊക്കെ 200 കോടി 100 കോടിയൊക്കെ കൊടുക്കുന്നു എന്ന് പറയുന്നു, പുനർനിർമ്മിക്കുമെന്ന് പറയുന്നു. ഈ വയനാടിനെ തന്നെ പുനർനിർമ്മിക്കും. എന്ത് പുനർനിർമ്മിക്കാനാണ്? ഒരു ദുരന്തം ഉണ്ടായാൽ കുറേ നാൾ റേറ്റിങ്ങിന് വേണ്ടി കുറേ കഥകൾ, കുറേ സെന്റിമെന്റൽ സ്റ്റോറീസ്, ഇതിനപ്പുറം ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നീട് ഈ ജില്ലകളൊക്കെ പുനർനിർമ്മിക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടാകണ്ടേ? അതെ, തീർച്ചയായിട്ടും. നോക്കൂ, ഒരു തലവേദന വന്നാൽ പോലും ഒരു മനുഷ്യന്റെ അവസ്ഥ എത്രത്തോളമാണ്, എത്രത്തോളം ഭീകരമാണ്. ഈ ഭാഗത്തേക്ക് നോക്കാൻ ലൈറ്റിന്റെ പ്രശ്നം കൊണ്ട് ഈ ഒരു തലവേദന വന്നാൽ പോലും ഡൗൺ ആണ്, ഭീകരമായി നമ്മൾ ഡൗൺ ആയി പോകുന്ന ഒരു മനുഷ്യനാണ്. അവന്റെ എല്ലാവിധ സ്വപ്നങ്ങളും, അവന്റെ ജീവിതവും, അവന്റെ പ്രണയവും, അവന്റെ ബന്ധങ്ങളും എല്ലാം വിട്ടുകൊണ്ട് ആ മണ്ണിനടിയിൽ, പാറക്കൂട്ടങ്ങൾക്കടിയിൽ പെട്ട് നാമാവശേഷമായി പോകുന്നത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് വന്നു കഴിഞ്ഞു, അതിനെ നമുക്ക് തടയാൻ കഴിഞ്ഞില്ല. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ തടയാനുള്ള കൃത്യമായ നിലപാടുകളോ നടപടികളോ നമ്മൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. ഇപ്പോഴും പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഗാഡ്ഗിലിനെ തെറിവിളിക്കാനുള്ള ഒരു അതാണ് വളരെ കൃത്യമായ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറകെ പോകുന്ന ആളുകൾ ഈ ഗാഡ്ഗിൽ കമ്മിറ്റിക്ക് വേണ്ടി ഒന്ന് സമരം ചെയ്തിരുന്നെങ്കിൽ, എം മുകേഷിന്റെ വീട്ടിന് മുമ്പിൽ പോയിട്ട് ഗേറ്റ് ചാടി കിടക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരും യുവമോർച്ചക്കാരും ഉൾപ്പെടെയുള്ള ആളുകൾ, ഇനി അതിനപ്പുറത്തേക്ക് എന്ത് വന്നാലും മിണ്ടാതിരിക്കുന്ന DYFI എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗമായിട്ട്. അവർ പ്രതികരിക്കുന്നില്ല, ശക്തമായി പ്രതികരിച്ചിരുന്ന സംഘടനയാണ്. പക്ഷേ എങ്കിൽ പോലും ഇവരൊന്നും തന്നെ ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യുന്നില്ല. കാരണം വോട്ട് ബാങ്ക് രാഷ്ട്രീയം, ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയവും ക്രിസ്ത്യൻ സഭകളുമായി ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങൾ ഊന്നിക്കൊണ്ട് അതിൽ കടിച്ചു പിടിച്ചുകൊണ്ട് ഇപ്പോൾ ഒരാൾ പോലും അന്ന് ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ സമരം ചെയ്ത ആളുകൾക്ക് മുമ്പിൽ പോയി നിങ്ങൾ അന്ന് സമരം ചെയ്തിരുന്നതിന്റെ ഫലം ഇന്ന് ഇത്രയേറെ മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കാനുള്ള ധൈര്യമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ നമ്മൾ കണ്ടോ ഇവിടെ? ഇല്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഇപ്പൊ പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, ഈ യുവ നേതാവ് എന്നൊക്കെയാണ് പറയുന്നത്. ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ യുവ നേതാക്കൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഈ എം മുകേഷിന്റെ വീട്ടിൽ പോയി നടത്തിയ ഈ തിളപ്പ് കമ്പി കഥകൾക്ക് വേണ്ടിയാണ്. മുകേഷ് MLA ആരെയെ കയറി പിടിച്ചു, ഏതെങ്കിലും സ്ത്രീകളെ അവരുടെ സമ്മതമില്ലാതെ അവരുടെ ശരീരത്തിൽ തൊടുന്നത് തെറ്റ് തന്നെയാണ്. അത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാത്ത സ്ത്രീകളോട് എനിക്കൊന്നും പറയാനില്ല. അതൊക്കെ അവരുടെ എന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോഴായിരിക്കും അത് പ്രതികരിക്കാൻ തോന്നിയെന്ന് അവർ പറഞ്ഞാൽ നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഇടയ്ക്ക് മുല്ലപ്പെരിയാറിലേക്ക് ഒന്ന് പോകണം, ഒന്ന് ചെന്ന് എത്തി നോക്കണം. ഇവരൊക്കെ ഈ മഴ വരുന്ന സമയത്ത് അവിടെ ഉള്ളവരുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിക്കണം. അവിടെ ഉള്ളവരുടെ ആദികൾ, വേദനകൾ, അവരുടെ മക്കളുടെ ജീവനുകൾ, അവനവന്റെ ജീവനുകൾ, ഇതൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് നെട്ടോട്ടം ഓടുന്ന ഒരു ജനതയുണ്ട് ആ മുല്ലപ്പെരിയാർ ഡാമിനടിയിലെന്ന് ഇവരൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ നല്ലതായിരിക്കും. പക്ഷെ അതിൽ ഏറ്റവും വലിയ പ്രശ്നം എവിടെയാണെന്ന് അറിയോ? കാരണം കേരളം വേറൊരു കാര്യമുണ്ട് പാർത്ത, ഇടക്കേറി പറഞ്ഞു എന്ന് വിചാരിക്കുന്നത്. വേറൊരു കാര്യമുണ്ട്, കമ്പി കഥകൾക്ക് ഇവിടെ മാർക്കറ്റുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്. ഇവിടെ കമ്പി കഥകൾക്കേ മാർക്കറ്റ്. അതാണ് സത്യം. ഇവിടെ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടവും അല്ലെങ്കിൽ അബിൻ വർക്കി ആവട്ടെ, പുതിയ യൂത്ത് ഇപ്പൊ PK ഫിറോസ് ആവട്ടെ, അവരുൾപ്പെടെയുള്ള യൂത്ത് നേതൃത്വത്തിന് ഈ കേരള സംസ്ഥാനങ്ങൾക്കെതിരെ ശക്തമായ സമരത്തിന് ഇറങ്ങാനുള്ള സാഹചര്യം. പക്ഷേ അവരിറങ്ങാത്തത് എന്താ കാര്യം? ഇന്ത്യ സഖ്യത്തിൽ കൃത്യമായിട്ട് ആരുണ്ട്? സ്റ്റാലിനുണ്ട്. ഇവരെ ഭയപ്പെടുന്നു. കേരളത്തിലെ ജനങ്ങളുടെ ജീവനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് വലിയ എന്താണ് പോട്ടെ, ഈ തെരഞ്ഞെടുപ്പിന് ഇവരൊക്കെ ഉണ്ടെങ്കിലല്ലേ അവർക്ക് ഒരു പക്ഷേ വിദേശത്തേക്ക് പോകാമായിരിക്കും. പക്ഷെ സാധാരണ പാവപ്പെട്ട ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ വെച്ചുകൊണ്ടാണ് ഇവർ ഈ കളി കളിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ട് സ്റ്റാലിനെ വിളിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഒരു അടിയന്തര പരിഹാരം കാണണം എന്ന് പറയാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ടാണ് പറ്റാത്തത്? പിണറായി വിജയൻ എന്തുകൊണ്ടാണ് കൃത്യമായി ഒരു സ്റ്റാൻഡ് ഈ കാര്യത്തിൽ കൃത്യമായി സ്റ്റാലിനോട് എടുക്കാൻ കഴിയാത്തത്? ഇവർ 5 കോടി തന്നു, അതുകൊണ്ട് അത് ഭയങ്കരമാണ് എന്ന് പറയുന്നിടത്തേക്കാൾ ഏറ്റവും അനിവാര്യമായി ചെയ്യേണ്ടത്
പറയുന്നത് ഇവിടെയുള്ള ആളുകളുടെ ജീവനും സ്വത്തിനും അവരുടെ സുരക്ഷയ്ക്കും കൊടുക്കുന്ന പ്രാധാന്യമാണ് എന്നത് ഇവർ മനസ്സിലാക്കുന്നില്ല തന്നെയാണ്. തീർച്ചയായിട്ടും അവർ അത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സത്യത്തിൽ അങ്ങനെ ഒരു സർക്കാരുകൾ വന്നാൽ കുറച്ചുകൂടി ജനങ്ങൾ അവരോടൊപ്പം ഈ കിറ്റ് കൊടുത്തതൊന്നും കൊണ്ട് ജനങ്ങൾ കൂടെ നിൽക്കണമെന്നില്ല. പിന്നെ കഴിഞ്ഞ തവണ കിറ്റ് കൊടുത്തതുകൊണ്ട് ഇത്തവണയും കൊടുത്ത് രക്ഷപ്പെട്ട് വരുമോ അതൊക്കെ ഉള്ളത് ഇനി അടുത്ത് നിൽക്കുന്ന സമയം കൂടിയാണ്. ഉടനെ ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് കണ്ടറിയാം ഇനി കിറ്റ് കൊടുക്കുമോ, പിണറായി എന്താണ് കൊടുത്ത് ജനങ്ങളെ കയ്യിലെടുക്കാൻ പോകുന്നത് എന്നുള്ളത്. കോൺഗ്രസിന് ഭരണം വേണ്ട അവർക്ക് വേണ്ട, അവര് മുഖ്യമന്ത്രി കസേരയ്ക്ക് ഇപ്പോഴും അടി തുടങ്ങി. ഇവര് വരുമോ എന്ന് പോലും അറിയില്ല. പക്ഷെ ഇപ്പോഴും മുഖ്യമന്ത്രി കസേരയ്ക്ക് അടിക്കുന്ന പലരും ഉണ്ട് എന്നുള്ളതാണ്. സുധാകരൻ ഒരു സൈഡിൽ, പിന്നെ രമേശ് ചെന്നിത്തല വേറൊരു സൈഡിൽ, KC വേണുഗോപാൽ വേറൊരു സൈഡിൽ, അങ്ങനെ പിന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വേറൊരു സൈഡിൽ, മൊത്തത്തിൽ ഇങ്ങനെ ഒരു ഈ ഇടയ്ക്ക് ഇപ്പോൾ 2 ദിവസം മുന്നേ ഒരു നേതാവ് പറയുന്ന കേട്ടു കോൺഗ്രസിലും കാസ്റ്റിംഗ് വെച്ചൊക്കെ ഉണ്ടെന്ന്. കാരണം ഈ രാഹുൽ മാങ്കുടത്തിലൊക്കെ ഒന്ന് കാണണം, കാരണം ഇവരുടെ ഇടയിൽ നടക്കുന്ന കാസ്റ്റിംഗ് വെച്ച് ഇവരെന്ന് അറിയണമല്ലോ. എന്തായാലും ഈ മുല്ലപ്പെരിയാർ ജനങ്ങളുടെ ജീവനും സ്വത്തും സുരക്ഷയും ഒക്കെ നോക്കേണ്ട സർക്കാരുകൾ, വിഭജന നേതാക്കൾ, ഇവരൊക്കെ തീർച്ചയായിട്ടും മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ ഇടപെടുക തന്നെ വേണം. ഒന്നുകിൽ പുതിയ ഡാം നിർമ്മാണം, അല്ലെങ്കിൽ നവീകരണം, എന്താണോ സർക്കാർ ഇതിനു വേണ്ടി മുന്നോട്ട് വയ്ക്കുന്നത് ആ കാര്യത്തിൽ ഇനിയും അമാന്തം കാണിക്കാതെ മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കമ്പിക്കഥകളൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം, അതിന് ഇനിയും സമയമുണ്ട്. ജീവനോടെ ഇരിക്കുമെങ്കിൽ നമുക്ക് ഇനിയും കമ്പിക്കഥകൾ ചർച്ച ചെയ്യാം. അത് പറയുന്ന സമയത്ത് ഈ കേരളത്തിൽ ഈ പെരിയാർ നദിയിലാണ് ഈ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നത്. പെരിയാറിൽ ഇത് മുല്ലപ്പെരിയാർ കൃത്യമായി അവർ നിർമ്മിക്കുന്നു. അതിന്റെ പരിപാലനവും നിയന്ത്രണവും ഒക്കെ പൂർണ്ണമായിട്ടും തമിഴ്നാട് സർക്കാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എത്രത്തോളം അതിൽ ഇടപെടാൻ കഴിയുന്നുണ്ട് എന്നത് പോലും സംശയകരമാണ്. ഇവിടെ പല വ്ളോഗർമാരുടെയും പല ആളുകളുടെയും ഒക്കെ പല വീഡിയോസും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കാരണം പലരെയും അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്ന പോലും ഇല്ല. അതിനുള്ളിലുള്ള വിള്ളലുകളെ കുറിച്ച്, അതിനുള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പുറം ലോകത്തെ എത്തിക്കുന്നതിന് തമിഴ്നാട് കൃത്യമായി ഭയപ്പെടുന്നു എന്ന് തന്നെയാണ് സത്യം. ഒന്നാമത്തത്. രണ്ടാമത്തത്, ഈ മുൻപ് എടുത്തു വെച്ച ചില സംഗതികൾ, അതായത് മുൻപ് ആ ടണലിൻ്റെ ഉള്ളിൽ, അതായത് ടണലല്ല, ഈ എന്താണ് പറയുക, ഈ ഡാമിൻ്റെ ഉൾവശത്ത് ചിത്രീകരിച്ച ചില വീഡിയോസുകളുണ്ട്, ചില ഫോട്ടോസുകളുണ്ട്. ആ ഫോട്ടോസുകളൊക്കെ നമുക്കിപ്പം അവൈലബിൾ ആണ്. അതിലടക്കം കാണുന്നുണ്ട് കൃത്യമായ വിള്ളലുകളും പ്രശ്നങ്ങളും എല്ലാം കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനെപ്പറ്റിയോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഒരു കേന്ദ്ര സംഘം, ഒരു നേവിയുടെ സംഘത്തെയാണെന്ന് തോന്നുന്നു, അതോ ഏതോ ഒരു പഠന സംഘത്തെ അവരയക്കുന്നു, കൃത്യമായി ഇതിൻ്റെ ഉള്ളിലുള്ള വീഡിയോസുകളെല്ലാം പകർത്തുകയും അതിനുള്ളിൽ എത്രത്തോളം വിള്ളലുകളുണ്ട് എന്ന് പരിശോധിക്കാൻ വേണ്ടി ഒരു കേന്ദ്ര സംഘത്തെ അയക്കുകയാണ്. അപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി കേരളവും അതിനെ കണ്ടു. പക്ഷെ എന്താണ്, ഇവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പ് അവരെ കേന്ദ്രം തിരിച്ചു വിളിക്കുകയാണ്. കാരണം നിങ്ങൾ അങ്ങോട്ട് പോവേണ്ടതില്ല. എന്താണ് അതിൻ്റെ പിന്നിൽ എന്നുള്ളത് നമുക്കറിയില്ല, എന്ത് രാഷ്ട്രീയ താല്പര്യമാണ് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും അവിടെയൊക്കെ നടന്നത് തമിഴ്നാടിൻ്റെ ഇടപെടലാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ ഈ ഒരു മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട സമിതിയിൽ കേരളത്തിൻ്റെ അംഗങ്ങളുണ്ട്, തമിഴ്നാടിൻ്റെ അംഗങ്ങളുണ്ട്, കേന്ദ്രം വെച്ച സുപ്രീം കോടതി വെച്ച അംഗങ്ങളുണ്ട്. ഇവരെ ഒന്നും ഈ കൃത്യമായി ഈ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നത് നമ്മുടെ ഒരു പരാജയമാണ്. റസൽ ജോയ് കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. സുപ്രീം കോടതിയിൽ എന്താണ് ഈ ഡാമിൻ്റെ അവസ്ഥ എന്ന് കൃത്യമായി വിശദീകരിക്കാൻ കേരളത്തിന് സാധിക്കുന്നില്ല. അത് തീർച്ചയായിട്ടും റസൽ ജോയിയെ പോലുള്ളവർ വർഷങ്ങളായുള്ള പോരാട്ടത്തിലാണ്. ആ ഒരാൾ നടത്തുന്ന ഒരു ഒറ്റയാൾ പോരാട്ടം പോലും ഒരുപക്ഷെ ഇവിടുത്തെ സർക്കാരുകൾ, ഇവിടുത്തെ മനുഷ്യരോട് കാണിക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ എന്തിനിങ്ങനെ ഒരു സർക്കാർ, ഇതിലും ഭേദം ഇവരുടെയൊക്കെ മുന്നിൽ ഈ ഡാം പൊട്ടി മരിച്ച് മണ്ണിനടിയിലേക്ക് പോകുന്നത് തന്നെയാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും. എന്തായാലും നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. വർഷങ്ങളോളം നമ്മളിങ്ങനെ ചർച്ച ചെയ്യുകയാണ്. ഓരോ മഴ വരുമ്പോഴും നമുക്കിങ്ങനെ ഭയമാണിത്. ഇനി മഴയില്ലാത്ത സമയത്താണ് ഇത് പൊട്ടുന്നതെങ്കിലോ, മഴയില്ലാത്ത സമയത്താണ് ഇത് പൊട്ടുന്നത്. മഴയില്ലാത്ത സമയത്ത് ഈ ഭൂമി കുലുക്കം സംഭവിക്കാമല്ലോ. അപ്പോൾ നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ഡാമുകളുടെ ഒക്കെ ഒരു ഈ വെള്ളം, ഈ ശേഷി എന്ന് പറയുന്നത്. അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടി തകരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ വേണ്ട നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട ജനതയാണ് അവിടെ ജീവിക്കുന്നത്. അപ്പോൾ ആ ജനങ്ങൾക്ക് വേണ്ടി നമുക്കൊപ്പം നിൽക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രതീക്ഷിക്കാം.